ജൂൺ 19 വായനാ ദിനം. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന മുദ്രാവാക്യത്തിലൂടെ കേരളത്തിലെ ജനങ്ങളെ വായനയുടെ അത്ഭുത ലോകത്തേക്ക് കൈപിടിച്ചുയർത്തിയ ശ്രീ PN പണിക്കരുടെ ഓർമ്മ ദിനമാണിന്ന്. കേരളത്തെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച അദ്ദേഹത്തിൻ്റെ ചരമദിനമായ ജൂൺ 19 കേരളം വായനാ ദിനമായി ആചരിച്ചു വരുന്നു. അറിവ് നേടുക എന്നത് എളുപ്പമായൊരു കാര്യമല്ല. വായനയിലൂടെ മാത്രമേ നമുക്ക് അനന്തമായ അറിവ് നേടാൻ കഴിയൂ. അതുകൊണ്ട് തന്നെ വായനയുടെ പ്രാധാന്യം നാം ചെറുപ്പം മുതൽ അറിഞ്ഞിരിക്കേണ്ടതാണ്. വായനശീലം മന്യമായി കൊണ്ടിരിക്കുന്ന പുതുതലമുറയ്ക്ക് വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ഓരോ വായനകളും. ഈ സന്ദർഭത്തിൽ ഏവർക്കും സ്വാഗതമരുളാൻ വേണ്ടി അമൃതയെ ക്ഷണിക്കുന്നു. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികൾക്ക് സ്വാഗതമരുളുക എന്ന കർത്തവ്യമാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. ഇന്ന് വായനാ ദിനം. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ച് വായനയുടെ മഹത്വം പ്രചരിപ്പിച്ച പുതുവായൽ നാരായണ പണിക്കർ എന്ന PN പണിക്കർ സാറിൻ്റെ ഓർമ്മ ദിനമാണിന്ന്. ഇന്നത്തെ ചടങ്ങിൽ അധ്യക്ഷസ്ഥാനം അലങ്കരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ ബിനിൽ സാറാണ്. ഈ വിദ്യാലയത്തിൻ്റെ സർവതോന്മുഖമായ വികസനത്തിന് അഹോരാത്രം പ്രയത്നിക്കുന്ന അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനെത്തിയത് കവിയും ഗാനരചയിതാവും കേരള കൗമുദി സ്പെഷ്യൽ പ്രോജക്റ്റ് എഡിറ്ററുമായ ശ്രീമാൻ മഞ്ജു വെള്ളായണിയാണ്. അദ്ദേഹത്തെ ഈ സദസ്സിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം പറയാനുള്ളത് സദസ്സിൽ സന്നിഹിതരായിരിക്കുന്ന മാന്യ വ്യക്തികളെയും അധ്യാപകരെയും പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെയുമാണ്. അവരെയും ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യും. ഏവർക്കും എൻ്റെ നമസ്കാരം. ജൂൺ 19 വായനാ ദിനമായിട്ട് ആഘോഷിക്കേണ്ടി അല്ലെങ്കിൽ ആചരിക്കേണ്ടി വരുന്നത് ഒരു നല്ല കാര്യം തന്നെയാണ്. പക്ഷേ നമുക്കൊരു ദിനം ആചരിക്കേണ്ടി വരുന്നത് നമ്മൾ വായന കുറഞ്ഞു പോകുന്നത് കൊണ്ടുമല്ലേ എന്ന് ചിന്തിക്കേണ്ട ഒരു സമയമാണ് ഇത്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സംസ്കാരം, അറിവ്, സമ്പാദ്യം എല്ലാത്തിലും മുതൽക്കൂട്ടാവാൻ സാധ്യതയുള്ള വളരെയധികം ശക്തമായ ഒരു ശീലമാണ് വായന എന്ന് പറയുന്നത്. 5000, 2000 വർഷങ്ങൾ, 10000 വർഷങ്ങൾക്ക് മുമ്പുള്ള മനുഷ്യ സംസ്കാരം, അവരുടെ മാനസികമായ തലം തൊട്ട് വരാനിരിക്കുന്ന ഭാവി തലമുറ വരെ ഈ വായനയിൽ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എല്ലാവരെയും മനസ്സിലാക്കാനും നമ്മുടെ ഭാവി എങ്ങനെയായിരിക്കണമെന്ന് അറിയുന്നതിനൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു ശീലമാണ് വായിക്കുക എന്ന്. ഞാൻ വരുമ്പോൾ സാറ് എന്നോട് പറയുമായിരുന്നു, ഇപ്പോൾ ഇൻ്റർനെറ്റും ഗൂഗിളും ഒക്കെ ഉള്ളതുകൊണ്ട് വായനയുടെ സാധ്യതകൾ കൂടുതലാണ്. പക്ഷേ നമ്മൾ അതിന് സമയം ചെലവഴിക്കുന്നില്ല എന്ന് പറയുന്നത് നമ്മൾ വരുന്ന ഒരു തലമുറയോട് കാണിക്കുന്ന ഒരു തെറ്റും കൂടിയാണ്. മഞ്ജു വെള്ളായണി സാറ് പോലെയുള്ള ഒരു വിശിഷ്ട വ്യക്തിയെ നമുക്ക് ഇവിടെ വിശിഷ്ട അതിഥിയായി ലഭിച്ചത് ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. അദ്ദേഹം 17ഓളം വിദേശ രാജ്യങ്ങളിൽ സഞ്ചരിച്ചിട്ടുണ്ട്. ഗാനരചയിതാവാണ്, കവിയാണ്. നിരവധി പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രാദേശിക ക്ഷേത്രങ്ങളുടെ ചരിത്രത്തെക്കുറിച്ച് അദ്ദേഹം പുസ്തകം രചിക്കുന്നു. അങ്ങനെ എന്തുകൊണ്ടും നമുക്ക് നിരവധി മേഖലകളെക്കുറിച്ച് പറഞ്ഞു തരുന്നതിനും നമുക്ക് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ഒരു ഉൾക്കാഴ്ചയും ഉണ്ടാക്കി തരുന്നതിനൊക്കെ സാധ്യതയുള്ള ഒരു വലിയ വ്യക്തിയെ വായനാ ദിനത്തിൽ വിശിഷ്ട അതിഥിയായി ലഭിച്ചതിൽ ഞാൻ ഏറ്റവും കൃതജ്ഞതയുള്ളവരാണ്. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം. ഞാൻ ചെറിയൊരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റൻസിയാണ്. നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു ഇടവേളകളിൽ വായിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഒരു ദിവസം ഒരു 10 പേജ് നമുക്ക് വായിക്കാൻ സാധിക്കുമെങ്കിൽ ഒരു 10 ദിവസം കൊണ്ട് അത് 100 പേജായി മാറും. ഒരു മാസം കൊണ്ട് അത് 300 പേജായി മാറും. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ച് മാത്രം സ്ഥിരം നിങ്ങൾ വായിച്ചു നോക്കൂ. ഒരു വർഷം കഴിയുമ്പോൾ ആ വിഷയത്തിൽ കുറിച്ച് അപാരമായ പാണ്ഡിത്യമുള്ള ഒരാളായിട്ട് നിങ്ങൾ മാറും. അങ്ങനെ ഇപ്പോൾ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ഓരോ വർഷവും വ്യത്യസ്ത വിഷയങ്ങളെക്കുറിച്ച് നിരന്തരം വായിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ 5 വർഷങ്ങൾക്കകത്ത് പാസ്സായി പോവുക മാത്രമല്ല, അതിനപ്പുറത്തേക്ക് അറിവുള്ള ഒരു വിശിഷ്ട പണ്ഡിതനുമായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. ആ സാധ്യത ഒരിക്കലും നമ്മൾ കളയരുത്. ദിവസത്തിൽ ഒരു 15 മിനിറ്റെങ്കിലും പാഠപുസ്തകങ്ങൾക്ക് അപ്പുറത്തുള്ള വിഷയങ്ങളെക്കുറിച്ച്, നമുക്ക് താല്പര്യമുള്ള വിഷയത്തെക്കുറിച്ച് വായിക്കാൻ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം എന്നതിൻ്റെ ഒരു അഭ്യർത്ഥനയാണ്. എൻ്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു, സജീഷ് എന്നാണ് പേര്, ഇപ്പോഴും ഉണ്ട്.
അദ്ദേഹം നന്നായി വായിക്കുമായിരുന്നു. അപ്പോൾ അദ്ദേഹം നന്നായി വായിക്കുകയും അങ്ങനെ പഠനത്തിലൊന്നും വലിയ ഉന്നതിയിലേക്ക് പോകാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. വലിയ ജോലികളൊന്നും അദ്ദേഹത്തിന് താല്പര്യമില്ലായിരുന്നു. അദ്ദേഹം ചായക്കട പോലെയുള്ള സ്റ്റോളുകളെല്ലാം നടത്തി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു. അപ്പോൾ നന്നായി വായിക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചായക്കടയിൽ ഇപ്പോഴും ചായ വിൽക്കുന്ന അല്ലെങ്കിൽ ചായക്കടയുടെ മുകളിൽ ഒരു സ്ഥലമുണ്ട്. വായിക്കാൻ വേണ്ടി നിരവധി പുസ്തകങ്ങളുണ്ട്. അപ്പോൾ അവിടെ ചായ കുടിക്കാൻ വരുന്നവർ മുകളിൽ കയറി വായിക്കുകയും കൂടുതൽ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അതൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ വലിയ പ്രൊഫഷനിലേക്ക് എത്തണമെന്നോ ഒന്നുമില്ല. ആ ഒരു വായന അദ്ദേഹത്തിന് സമൂഹത്തിനോടുള്ള സംഭാവന തന്നെ മാറ്റിക്കളഞ്ഞു. അദ്ദേഹത്തിൻ്റെ മറ്റ് തൊഴിൽ ചെയ്യുന്നവരിൽ നിന്നും അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് വിപുലമാണ്. നിരവധി വലിയ വലിയ ആൾക്കാർ അദ്ദേഹത്തിനായിട്ട് കൂട്ടുകൂടാനും അദ്ദേഹത്തിൻ്റെ ചായക്കടയിൽ വന്നിരുന്ന് സംസാരിക്കാനും പുസ്തകങ്ങളെടുത്ത് വായിക്കുന്നതിനുള്ള സംസ്കാരം തന്നെ അദ്ദേഹം തുറന്നു കൊടുക്കുന്നതാണ്. അദ്ദേഹം എനിക്കെപ്പോഴും ഒരു അത്ഭുതമാണ്. അതുകൊണ്ട് വായിക്കാതിരിക്കരുത് ഒരിക്കലും. വായന നിങ്ങളുടെ മനസ്സിൻ്റെ ശ്രദ്ധ വർദ്ധിപ്പിക്കും, അറിവ് വർദ്ധിപ്പിക്കും. മറ്റുള്ളവരുമായിട്ടുള്ള ചർച്ചകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. മനസ്സിൻ്റെ സംസ്കാരം വളരെ വലുതാണ്. സമയം എപ്പോഴും നല്ല കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുക, നല്ല പുസ്തകങ്ങളെ തിരഞ്ഞെടുത്ത് വായിക്കുക എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. നമസ്കാരം. ആദരണീയനായ കർത്താ സാർ, പ്രിൻസിപ്പൽ ശ്രീ വിനു, വൈസ് പ്രിൻസിപ്പൽ വിദ്യ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അധ്യാപകരെ, വളരെ സന്തോഷത്തോടെയാണ് ഞാനിവിടെ നിൽക്കുന്നത്. കാരണം ഇതിനു മുമ്പ് കർത്താ സാർ ഒരു ഫംഗ്ഷൻ ഒരു 6-7 വർഷങ്ങൾക്ക് മുമ്പാണ് വിളിച്ചു. ഞാനിവിടെ പങ്കെടുത്തു. എനിക്ക് വളരെ മനസ്സ് നിറഞ്ഞാണ് ഇവിടെ നിന്ന് പോയത്. കാരണം നമ്മൾ പല ഫംഗ്ഷനുകളിലൊക്കെ പോകാറുണ്ടെങ്കിലും അവിടെ ആ ഒരു അന്തരീക്ഷത്തിൽ വളരെ ഒരു ആശ്രമതുല്യമായ ഒരു അന്തരീക്ഷം അനുഭവിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ, നമുക്ക് ഈ വരുന്ന ആളിന് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു ദക്ഷിണ അല്ലെങ്കിൽ ഒരു വലിയ പ്രതിഫലമായിട്ട് ഞാൻ കണക്കാക്കുന്നു. അപ്പോൾ ഇവിടെ ഞാനൊരു പുസ്തകത്തിൻ്റെ വർക്കൊക്കെ തീർന്ന് അങ്ങനെ ഇരുന്നും മൂകാംബികയ്ക്ക് പോകാൻ വേണ്ടി ഇരിക്കുമ്പോഴാണ് കർത്താ സാർ ഇതേപോലെ വിളിച്ചിട്ട് ഇങ്ങനെ ഈ 19-ാം തീയതി ഇങ്ങനെ ഒരു ഫംഗ്ഷന് വരണം. അപ്പോൾ ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ഞാൻ ഇങ്ങനെ പോകാനിരിക്കുകയാണ്, വിളിച്ചത് വളരെ സന്തോഷം. അതിനുശേഷമാണ് പ്രിൻസിപ്പളായ വളരെ എനിക്ക് 2 ദിവസത്തെ ഒരു പരിചയം കൊണ്ട് തന്നെ വളരെ ഇഷ്ടം തോന്നിയ ഒരു പ്രിൻസിപ്പളാണ്. അപ്പോൾ അദ്ദേഹം ഇതുപോലെ വിളിച്ചു. ഇങ്ങോട്ട് വന്നപ്പോഴൊക്കെ നമ്മുടെ യാത്രയെക്കുറിച്ചൊക്കെ. അപ്പോൾ ഇതുപോലെ സാധാരണ അധ്യാപകർ, ഞാൻ സ്കൂളുകളിലൊക്കെ ഇതുപോലെ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ അധ്യാപകരൊക്കെ അവരുടെ ശമ്പളം, DA ഇതുപോലുള്ള കാര്യങ്ങൾ മാത്രമാണ് ചർച്ച. പക്ഷേ അതിനപ്പുറം ഇവിടുത്തെ അധ്യാപകർക്കൊക്കെ ഒരു യാത്രയും വായനയും മനുഷ്യരെയൊക്കെ മനുഷ്യരായിട്ട് കാണാനും അറിവിൻ്റെ ലോകം തേടാനും ഒക്കെ ഉള്ള ഒരു പ്രത്യേക കഴിവുണ്ട് എന്ന് എനിക്കിതിനു മുമ്പ് മനസ്സിലായിട്ടുണ്ട്. ഇന്ന് അത് കൂടുതൽ വ്യക്തമാകുകയും ചെയ്തു. അപ്പോൾ ഇന്നത്തെ വായനാ ദിനത്തെക്കുറിച്ച് ഒരു കുട്ടികൾ പറയുകയുണ്ടായി. അതുപോലെ തന്നെ പ്രിൻസിപ്പളും അതിനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ സുഹൃത്തിനെക്കുറിച്ചും ഒക്കെ പറയുകയുണ്ടായി. അപ്പോൾ ഈ വായന എന്ന് പറയുന്നത് ശരിക്കും ഒരു കോടാനുകോടി ജീവജാലങ്ങളുണ്ടെങ്കിലും അതിൽ നമ്മളെക്കാൾ വലിപ്പമുള്ളത് കടലിൽ ജീവിക്കുന്നത്, ആകാശത്ത് സഞ്ചരിക്കുന്നത്, അങ്ങനെ ഒരുപാട് ജീവജാലങ്ങളുണ്ടെങ്കിലും വെറും 2 കാലിൽ നടക്കുന്ന മനുഷ്യനാണ് വായനയും അത് മനസ്സിലാക്കാനുള്ളൊരു കഴിവ് പ്രകൃതിയും ഈശ്വരന് നൽകിയിരിക്കുന്നത്. അത് പ്രയോജനപ്പെടുത്തേണ്ടതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തൽ ദിനം കൂടെയാണ് ഇന്നും. അപ്പോൾ എൻ്റെ വീട്ടിൽ ഈ മീൻ കൊണ്ടുവരുന്ന ഒരു സ്ത്രീയുണ്ട്, ക്ലാര എന്നാണ് പേര്. ഒരു വലിയതുറ സ്വദേശിയാണ്. അപ്പോൾ അവരെ ഞാൻ ഈ വായനാ ദിനമായിട്ട് ബന്ധപ്പെടുത്തി പറയുക എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യരിലും നന്മയുടെയും സ്നേഹത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും ഒക്കെ ഒരു വലിയ അംശമുണ്ട്. അപ്പോൾ ക്ലാരയുടെ ഒരു പ്രത്യേകത ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്, അവർ ഈ ചത്ത മീനുകളെയാണ് കൊണ്ടുവരുന്നതെങ്കിലും അവരുടെ ഈ പാളയ്ക്കിടയിൽ നല്ല ഒന്നാന്തരം ജീവനുള്ള സസ്യങ്ങളെ അവർ കൊണ്ടുവരും. ഈ പോകുന്ന വീടുകളിലൊക്കെ അവർ ഈ ഓരോ ചെടി കൊടുക്കും. അങ്ങനെ എൻ്റെ വീട്ടിലും കുറേ ചെടികൾ അവർ എൻ്റെ ഭാര്യയ്ക്ക് കൊടുത്തു. അതൊക്കെ നട്ടുപിടിപ്പിച്ചു. മാത്രമല്ല അവർ പിന്നീട് വരുമ്പോൾ അവർ ചോദിക്കും, എവിടെ നട്ടു, അതിന് വെള്ളം ഒഴിച്ചോ, വളമിട്ടോ, അത് പൂത്തോ. അപ്പോൾ അത്രമാത്രം ശുഷ്കാന്തി. അപ്പോൾ ഒരു ചത്ത മീൻ വിൽക്കുന്ന ഒരു സാധാരണ മത്സ്യത്തൊഴിലാളിയായ ക്ലാരയുടെ സ്നേഹം കണ്ട് ഞാൻ അതിശയിച്ചു പോയി. അപ്പോൾ ഈ അതിശയം കൊണ്ടാണ് ഞാൻ അവരെ പരിചയപ്പെടാനായിട്ട് അടുത്ത് തന്നു. സാധാരണ അവർ മത്സ്യം കൊടുക്കും, പൈസ വാങ്ങിക്കും, അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഒരിക്കൽ ചെന്നപ്പോൾ ഈ പാളയുടെ ഇടയിൽ ഒരു പുസ്തകം ഇരിക്കുന്നത് കണ്ടു. അപ്പോൾ ഞാൻ ചോദിച്ചത്, അത് ഞാൻ മാർക്കറ്റിൽ പോകുമ്പോൾ സമയം കിട്ടുമ്പോൾ ഇതിൻ്റെ ഒരു ഗ്യാപ്പ് വരുമ്പോൾ ഞാൻ കുറേശ്ശെ വായിക്കും. എനിക്ക് അതിശയം തോന്നി. അവരോട് തോന്നിയ രണ്ടാമത്തെ അതിശയമാണ്. ഒന്ന്, അവർ ഈ ചത്ത മീനുകൾ കൊണ്ട് നടന്ന് വിൽക്കുന്നതിനിടയിൽ നല്ല സുഗന്ധമുള്ള
പൂക്കൾ വിരിയുന്ന ചെടികളെ കൊടുക്കുക. മാത്രമല്ല അത് കൊടുക്കുന്നതോ മറ്റ് വീടുകളിലാണ്. അവിടെ ഇപ്പോൾ അത് പൂത്തത് കൊണ്ടോ മണം ഉണ്ടായത് കൊണ്ടോ ക്ലാരയ്ക്കൊന്നും കിട്ടുന്നില്ല. പക്ഷെ അതാണ് നമ്മുടെ വേദങ്ങളും നമ്മുടെ പുരാണങ്ങളും ഒക്കെ പറഞ്ഞ അന്യജീവൻ ഉതകുന്ന രീതിയിൽ ഈ ക്ലാര, അവർ വലിയ വിദ്യാഭ്യാസമൊന്നും ഉണ്ടാവില്ല, പക്ഷേ അവർക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ട്. എന്താ, അറിവിൻ്റേതായിട്ടുള്ള ഒരു ആഴം അവരിൽ ഉള്ളത് കൊണ്ടാണ് അവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അവർ മാർക്കറ്റിൽ ചെന്ന് ഈ ചിലപ്പോൾ ആൾ കുറവായിരിക്കും, അതിനിടയിൽ ഇവർ പുസ്തകം എടുത്ത് വെച്ച് വായിക്കും. അപ്പോൾ ഞാൻ കേട്ട് ഏതൊക്കെ, അത് ചെമ്മീൻ വായിച്ചിട്ടുണ്ട്, ബഷീറിൻ്റെ കൃതികളൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട് സാറേ എന്ന് പറഞ്ഞു. എനിക്ക് അതിശയം തോന്നി. നമുക്ക് പോലും സമയം ഇഷ്ടം പോലെ ഉറങ്ങിയും അലസമായിട്ടും നമ്മൾ സമയത്തെ കൊല്ലുമ്പോൾ കിട്ടുന്ന ഇടവേള, ജീവിതത്തിൻ്റെ ഉപജീവനത്തിന് വേണ്ടി പോകുന്നതിനിടയിൽ ഇത്തരത്തിൽ ഒരു കർമ്മം ചെയ്യാൻ പോകുന്ന ആ ക്ലാരയെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്, അവരുടെ ആ ഒരു മനസ്സ് നമുക്കൊക്കെ ഉണ്ടാകണം. സമൂഹത്തിന് വേണ്ടി കുറേ സുഗന്ധം പകർത്താൻ നമുക്ക് കഴിയണം. അതേപോലെ തന്നെ വായിക്കാൻ, അവർക്ക് ഈ ചത്ത മീനുകൾക്കിടയിലിരുന്ന് ഈ അക്ഷരങ്ങളിലൂടെ ഒരുപാട് ലോകങ്ങളിലേക്ക് സഞ്ചരിക്കാനുള്ള വലിയ വിദ്യാഭ്യാസം ഇല്ലെങ്കിലും അതിനുള്ളൊരു മനസ്സ് ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ അവരെ തീർച്ചയായിട്ടും ആദരിക്കേണ്ടതാണ്. ഇവിടെ ഞാൻ 2 ചെറിയ ഇത് മാത്രമേ പറയുന്നുള്ളൂ. കാരണം ഒന്ന് എൻ്റെ ഒരു അനുഭവത്തിലുള്ളതും പിന്നെ ഒന്ന് പുരാണത്തിലെ ഒരു 2 ചെറിയ കഥകൾ മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ ഫംഗ്ഷൻ ഉദ്ഘാടനം ചെയ്യാം. ഒന്ന്, എന്നെ ഇടയ്ക്ക് നമ്മുടെ ഈ കവിതയൊക്കെ പലതിലൊക്കെ വരുമ്പോൾ അതിൻ്റെ അടിയിൽ ബ്രാക്കറ്റിൽ അതിൻ്റെ അടിയിൽ നമ്പരും കൂടെ കൊടുത്തിരിക്കും. അങ്ങനെ എന്നെ ഒരു ആലപ്പുഴ നിന്ന് കുറേ നാൾ മുമ്പ് ഒരാൾ വിളിച്ചു. ഞാനിങ്ങനെ വായിച്ചു, എനിക്കത് ഇഷ്ടപ്പെട്ടു. ഞാൻ കേട്ട് എത്ര വയസ്സ്, എനിക്ക് ഒരു 90 വയസ്സായി. ഇനി പ്രകൃതിയിലേക്ക് മടങ്ങാൻ കാത്തിരിക്കുകയാണ്. ഞാൻ കേട്ട് സമയം ഒറ്റയ്ക്കാണ്, ഞാൻ ഒരു മുറിയിലാണ്, പിന്നെ മറ്റുള്ളവരൊക്കെ നല്ല നിലയിലൊക്കെ ആയി. പക്ഷേ എനിക്ക് അവരൊക്കെ വിളിക്കുന്നെങ്കിൽ എനിക്ക് ഈ വീട് വിട്ട് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത് ആദ്യ കുടുംബ വീടാണ് ഇവിടെ എനിക്ക്. അപ്പോൾ അവരൊക്കെ ചോദിക്കും, അച്ഛൻ എന്തിനാണ് ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ മക്കളെ, ആയിരക്കണക്കിന് പുസ്തകങ്ങൾ എൻ്റെ ചുറ്റും ഉണ്ടല്ലോ. അപ്പോൾ അദ്ദേഹം പറയുന്നത് എൻ്റെ സമ്പാദ്യം അതാണ്, ഈ പുസ്തകങ്ങളുടെ നടുവിലാണ് ഞാൻ ഇരിക്കുന്നതും, അതിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ വായിക്കുമ്പോഴേക്ക് എൻ്റെ പകലങ്ങ് പോകും. പിന്നെ എന്തെങ്കിലും പാലും വെള്ളമോ ഒരു ദോശയോ ഒക്കെയാണ് കഴിക്കുന്നത്, വൈകുന്നേരവും അത് തന്നെ. അത് കഴിഞ്ഞിട്ട് രാത്രി സന്ധ്യയാകുമ്പോൾ അടുത്തൊരു പുസ്തകം എടുക്കും. അതങ്ങനെ വായിച്ച് പോകുമ്പോഴേക്കും രാത്രിയും അങ്ങ് കടന്നു പോകും. എൻ്റെ ദിവസങ്ങളും എൻ്റെ വർഷങ്ങളും ഒന്നും കടന്നു പോകുന്നത് ഞാൻ അറിയാറ് പോലുമില്ല. അപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. അപ്പോൾ ഞാനിങ്ങനെ കൂടുതൽ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ വായന ഇപ്പം വായിക്കുന്നവരൊക്കെ കുറവാണെന്ന് നമ്മൾ പരാതി പറയുന്നുവെങ്കിലും വായിച്ച് അതിൻ്റെ മധുരം, ശർക്കരയുടെ മധുരം അറിഞ്ഞ ഒരു ഈച്ച വീണ്ടും വീണ്ടും വരുന്നത് പോലെ വായനയുടെ മധുരം അറിഞ്ഞ ഒരു മനസ്സ് ഈച്ചയെ പോലെ ശർക്കരയിൽ പറ്റുന്നത് പോലെ പുസ്തകത്തിൽ പറ്റിയിരിക്കും. അപ്പോൾ ഞാൻ ചോദിച്ചു, അതെന്താ അങ്ങനെ പറയാൻ? ഞാൻ പറയാൻ കാരണം, എൻ്റെ നാട്ടിലെ ഒരു പയ്യൻ ആ മഹാവികൃതിയായിരുന്നു. അവന് ഇല്ലാത്ത കുസൃതികളൊന്നുമില്ല. അപ്പോൾ ഇതുവഴിയൊക്കെ പോകുമ്പോഴേ ഇങ്ങനെ എത്തി നോക്കിയിട്ട് ചിലപ്പോൾ കൂവിയിട്ടൊക്കെയാണ് പോണത്. അതായത് ഈ കിളവൻ എന്തിനാണ് ഇവിടെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുന്ന പുസ്തകങ്ങളായിട്ടിരിക്കുന്ന എന്നുള്ള രീതിയിൽ കൂവിയിട്ടൊക്കെ പോവും. അപ്പോൾ ഞാനത് ശ്രദ്ധിക്കാറില്ല. അവനെ നോക്കി ഞാൻ ചിരിക്കും. ചിലപ്പോൾ ഞാൻ പാലും ദോശ കഴിക്കാനൊക്കെ പോകുമ്പോൾ അവൻ ഇങ്ങനെ സ്കൂളിലേക്കൊക്കെ പോകുന്നത് കാണാറുണ്ട്. ഒരു ദിവസം സന്ധ്യയ്ക്ക് അവൻ ഇതേപോലെ ഓടിക്കതച്ച് ഇദ്ദേഹത്തിൻ്റെ മുറിയിലേക്ക് വരികയാണ്. അപ്പോൾ എന്താണ് അത്? ഞാൻ വീട് വിട്ട് ഇറങ്ങി, ഞാൻ ഏതെങ്കിലും നാട്ടിലേക്ക് പോകാൻ പോവുകയാണ്. എന്താണ് കാര്യം? നീ ഇവിടെ ഇരി എന്ന് പറഞ്ഞ് ഞാൻ ആ ഒരു ചെറിയ ബെഞ്ചിൻ്റെ ഒരിടത്ത് അവനെ പിടിച്ചിരുത്തി. അപ്പോൾ അവന് ജീവിതം മടുത്തിരിക്കുന്നു, അച്ഛനമ്മമാരെ മടുത്തിരിക്കുന്നു, വീട് മടുത്തിരിക്കുന്നു. കാരണം സ്വാതന്ത്ര്യമില്ല, അച്ഛൻ വഴക്ക് പറയുന്നു, അമ്മ വഴക്ക് പറയുന്നു. ആ സഹജമായ ആ കുട്ടിക്കാലത്തെ ആ ഇതുകൊണ്ട് അവൻ നാട് വിട്ടു പോകാൻ പോവുകയാണ്. അപ്പോൾ ഈ അച്ഛൻ അറിഞ്ഞാൽ ഇതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ ഒന്ന് കയറിയിട്ട്, കാരണം ഞാൻ താങ്കളെ ഒരുപാട് കൂവിയിട്ടുണ്ട്, പരിഹസിച്ചിട്ടുണ്ട്, ആക്ഷേപിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നോട് ക്ഷമിക്കണം. അപ്പോൾ അതുകൂടെ പറഞ്ഞിട്ട് നാട് വിട്ട് പോകാൻ വേണ്ടി ഞാൻ വന്നതാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ശരി, നാട് വിട്ട് പോകണം. ഒരു കാര്യം, ഇന്നിപ്പോൾ സന്ധ്യയായില്ലേ, നമുക്കൊരു കാര്യം ചെയ്യാം. നാളെ രാവിലെ സൂര്യൻ ഉദിക്കട്ടെ, ഉദിച്ചതിന് ശേഷം പോകാം. നീ ഇവിടെ ഇരി. പിന്നെ ഞാൻ വാങ്ങിച്ചു വെച്ചേക്കുന്ന ചെറിയ ദോശയുണ്ട്, അതിൽ പകുതി തരാമെന്ന് പറഞ്ഞ് പകുതി ദോശയും കൊടുത്തപ്പോൾ അവന് ഭയങ്കരമായി, അവൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു യഥാർത്ഥ സ്നേഹം അനുഭവിക്കണം. അവൻ ഒരുപാട് പേരുണ്ടെങ്കിലും ഇത്തരത്തിൽ ഒരു സ്നേഹം ചിലപ്പോൾ ആ കുട്ടി അറിഞ്ഞിട്ടുണ്ടായിരിക്കില്ല. അതുകൊണ്ടായിരിക്കാം അവന് സ്വന്തം വീട് വിട്ട് സ്വന്തം രക്ഷകർത്താക്കളെ വിട്ട് പോകുക എന്നുള്ളൊരു മനസ്സ് എന്നെ വന്നത്. അതും കഴിച്ചിട്ട് അവിടെ ഇരുന്നപ്പോൾ സ്വാമി വിവേകാനന്ദൻ്റെ പുസ്തകമാണ്. അപ്പം ഇത് അവൻ വായിച്ചു, എടുത്ത് മറിച്ച് നോക്ക്. അപ്പോൾ അവൻ മറിച്ച് നോക്കി.
മറിച്ച് നോക്കിയപ്പോൾ ഇദ്ദേഹം അങ്ങ് വേറൊരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. രാത്രിയായി, ഒരുപാട് സമയമായിട്ട് അവൻ ആ പുസ്തകം മുഴുവൻ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇദ്ദേഹത്തിനാണെങ്കിൽ പേടിയുണ്ട്. കാരണം ഒരു നാട്ടിലെ ഒരു കുട്ടി നാട് വിടാൻ പോകുന്ന വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങിപ്പോയിരിക്കുകയാണ്. അവരെന്തായാലും തീർച്ചയായിട്ടും പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിരിക്കും. അപ്പോൾ പോലീസ് അതിൽ വരുമ്പോഴേക്ക് ഈ കുട്ടിയെ ഇവിടെ എന്തിനു പിടിച്ച് നിർത്തിയെന്ന് പറഞ്ഞ് ചോദ്യം ചെയ്യുമോ എന്നുള്ള ഭയത്തിലൊക്കെ ഇരിക്കുമ്പോൾ അവൻ ഇതൊന്നും അറിയാതെ, അവൻ യാതൊരു കൂസലുമില്ലാതെ വായനയുടെ ലോകത്തങ്ങനെ മുഴുകിയിരിക്കുകയാണ്. ഇദ്ദേഹം ശകലമൊന്ന് എന്നിട്ട് പിന്നെയും നോക്കിയപ്പോൾ ആ പുസ്തകം ഏതാണ്ട് അവൻ വായിച്ച് തീരാറായിരിക്കുന്നു. ഈ അതിശയം തോന്നി. കാരണം ഇങ്ങനെ നാടുവിടാൻ പോയ ഒരു കുട്ടിയെ സ്വാമി വിവേകാനന്ദൻ പിടിച്ചിരുത്തി, ആ വായനയിലൂടെ പിടിച്ചിരുത്തി. ഇദ്ദേഹം അങ്ങ് ഉറങ്ങി. വെളുപ്പാങ്കാലം ആയപ്പോൾ ആ പയ്യൻ ആ പുസ്തകവും തലയ്ക്ക് വെച്ച് അങ്ങ് കിടന്ന് ഉറങ്ങുകയാണ്. ഇദ്ദേഹം ചെന്ന് വിളിച്ചപ്പോൾ കുറ്റബോധത്തോടെ ഇടിച്ച് തൊഴിലോട്ട് പറഞ്ഞു, ഞാനിനി നാട് വിട്ട് പോകുന്നില്ല. എനിക്കിപ്പോഴാണ് മനസ്സിലായത് ജീവിതം എന്താണ്, സ്നേഹം എന്താണ്, അച്ഛനമ്മമാരാ എന്താണ്, ഗുരു എന്താണ് എന്നൊക്കെ എനിക്ക് ഈ ഒരു പുസ്തകം ഇന്ന് രാത്രി വായിച്ചപ്പോൾ മനസ്സിലായി എന്ന് പറഞ്ഞ് ആ പയ്യ അങ്ങ് കരയാൻ തുടങ്ങി. ഇതിനിടയിൽ വഴിയെ പോയ ഒരു പരിചയക്കാരനോട് പറഞ്ഞു, നമ്മുടെ ഇന്ന വീട്ടിലെ ഒന്ന് പറഞ്ഞേക്കണം, ഈ പയ്യൻ ഇവിടെ എൻ്റെ മുറിയിലുണ്ട്. അപ്പം കുറേ കഴിഞ്ഞപ്പോഴേക്ക് രക്ഷകർത്താക്കളൊക്കെ കരഞ്ഞും കൊണ്ട് ഇവിടേക്ക് വന്നു. മനുഷ്യരാരും അധികം തിരിഞ്ഞു നോക്കാത്ത വെറും വായന മാത്രമുള്ള ഈ വൃദ്ധൻ്റെ, ഈ 90 കഴിഞ്ഞ വൃദ്ധൻ്റെ അവിടേക്ക് വന്ന് നിന്നിട്ട് രക്ഷകർത്താക്കൾ പറഞ്ഞു, എങ്ങനെ അത് നിലവയുന്നു, ഇവിടെ ഞാനിങ്ങനെ ഒരു പകുതി ദോശ കൊടുത്തു, പിന്നെ കുറേ പുസ്തകങ്ങൾ അവൻ്റെ മുമ്പിലിരിക്കുന്നു. അവൻ ഒരു പുസ്തകം എടുത്ത് അങ്ങ് വായിച്ചു. അപ്പോൾ ആ വായിച്ചപ്പോഴേക്കും അവനിനി നാട് വിടണ്ട, അവൻ യഥാർത്ഥത്തിൽ ആ പുസ്തകത്തിലൂടെ സ്വാമി വിവേകാനന്ദനിലൂടെ അറിവിലൂടെ അവൻ നിങ്ങളുടെയൊക്കെ സ്നേഹത്തിൻ്റെ ആഴവും അഗാധത കണ്ടിരിക്കുന്നു. അപ്പോൾ ഇവ ഓടിച്ചെന്ന അച്ഛൻ്റെയും അമ്മയുടെയും കാലിലും വീഴുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നത്, പുസ്തകത്തിനും വായനയ്ക്കും ഇത്രമാത്രം ശക്തിയുണ്ടെന്ന് ഈ ആയിരക്കണക്കിന് പുസ്തകങ്ങൾക്കിടയിൽ ജീവിച്ച എനിക്ക് അറിയില്ലായിരുന്നു. എനിക്ക് അറിവ് തന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫോണിൽ കൂടെയാണ് ഞാൻ ഈ വിവരം അറിഞ്ഞത്. അപ്പോൾ ഇതൊരു അനുഭവ ഇതാണ്. ഇനി ഒരു ചെറിയ പുരാണത്തിലെ ഒരു ചെറിയ ഇതുകൂടെ പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. നാരദ മഹർഷി ലോകം മുഴുവൻ സഞ്ചരിച്ചുകൊണ്ട് നടക്കുകയാണ്, വീണയും മീട്ടിക്കും പാടിക്കൊണ്ട് നടക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ഒരിക്കൽ ഭാഗവതത്തിൽ പറയുന്നതാണ്, നിങ്ങളിൽ പലർക്കും അറിയാവുന്നതായിരിക്കും ഈ കഥ. എങ്കിലും ഞാൻ ഈ അറിവിൻ്റെ വായനയുടെ ഈ ദിവസം അത് പറയുകയാണ്. നാരദ മഹർഷി ശ്രീകൃഷ്ണനോട് ചോദിച്ചു, യഥാർത്ഥ ഭക്തൻ ആരാണ്, ഭക്തൻ്റെ മഹത്വം എന്താണ് എന്ന് ചോദിച്ചോ. പറഞ്ഞു, അത് എനിക്കിപ്പോൾ ഞാനിപ്പം പറഞ്ഞു തരുന്നില്ല. എനിക്ക് ശ്രീകൃഷ്ണൻ അങ്ങനെ ഒരു വല്ലാത്ത ഇതിൽ നിന്നപ്പോൾ നാരദ മഹർഷി പറഞ്ഞു, അങ്ങ് പറഞ്ഞാൽ പോരെ, ഒരു വാക്കിൽ തീരുവില്ലല്ലോ. ഈ ഭാഗവതവും ഭഗവത്ഗീതയും ഒക്കെ ഈ ഈശ്വരൻ്റെ നാഭിൽ കൂടെ വന്ന സ്ഥിതിക്ക് ഒറ്റ വാക്കിൽ എൻ്റെ സംശയമൊന്ന് തീർത്തു തരാം. അതല്ല, നീ ഒരു കാര്യം ചെയ്യ്, വിദ്യാനഗരത്തിൽ പോയിട്ട് അവിടെ ഒരു ആൽമരമുണ്ട്. ആ ആൽമരത്തിൽ ഇപ്പോൾ നീ ചെല്ലുമ്പോഴേക്കും ഒരു പുഴു മുകളിൽ നിന്ന് താഴോട്ട് ഇഴഞ്ഞിഴഞ്ഞ് വരികയായിരിക്കും. അവിടെ ചെന്ന് നീ ചോദിച്ചാൽ മതി, എന്താണ് ഭക്തൻ്റെ ലക്ഷണം, ഭക്തൻ്റെ മഹത്വം എന്താണ്. അപ്പം നാരദ മഹർഷി ശരി എന്ന് പറഞ്ഞ് വിദ്യാനഗരത്തിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ വളരെ അന്വേഷിച്ചപ്പോൾ ഒരു ആൽമരം കണ്ടു. ആ ആൽമരത്തിൽ ഒരു പുഴു ഇങ്ങനെ താഴേക്ക് ഇഴഞ്ഞിഴഞ്ഞിഴഞ്ഞ് വരികയാണ്. അപ്പോൾ ശ്രീകൃഷ്ണൻ പറഞ്ഞത് കറക്റ്റ് തന്നെ. അപ്പോൾ ആ പുഴുവിൻ്റെ അടുത്തേക്ക് ചെന്ന് എന്താണ് എന്ന് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു കഴുകൻ വന്ന് ഈ പുഴുവിനെയും റാഞ്ചിക്കൊണ്ടുപോയി. അപ്പോൾ അറിവ് അവിടെ തടസ്സപ്പെട്ടു. നാരദ മഹർഷിക്ക് വലിയ വിഷമം. അയ്യോ, ശ്രീകൃഷ്ണൻ പറഞ്ഞ് ഞാനിവിടെ വന്ന് പുഴുവിൻ്റെ അടുത്ത് എത്തിയപ്പോഴേക്കും പുഴുവിനെ ഇതാ കഴുകൻ റാഞ്ചിക്കൊണ്ട് പോയിരിക്കുന്നു. നിരാശനായി എനിക്ക് അറിവ് കിട്ടിയില്ലല്ലോ എന്നുള്ള വിഷമത്തോട് വീണ്ടും ശ്രീകൃഷ്ണൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ ശ്രീകൃഷ്ണൻ പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അത്? ഞാൻ അവിടെ ചെന്നത് ചോദ്യം ചോദിക്കാൻ വേണ്ടി അറിവ് നേടാൻ ശ്രമിച്ചപ്പോഴേക്കും ആ പുഴുവിനെ കഴുകൻ കൊത്തിക്കൊണ്ട് പോയി. ഞാൻ ഇനി എന്ത് ചെയ്യും? വിഷമിക്കണ്ട, അറിവ് എല്ലായിടത്തും ഉണ്ട്. അത് ഒരിടത്ത് തടസ്സപ്പെട്ടു എന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല എന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞു കൊടുത്തു. ഇനി ഞാൻ എന്ത് ചെയ്യണം? നീ ഒരു കാര്യം ചെയ്യും, വിദ്യാനഗരത്തിൽ തന്നെ ഒരു വീട്ടിൽ പോവുക. ആ വീട്ടിൽ ഇപ്പോഴും പ്രസവിച്ച ഒരു പശുക്കുട്ടിയുണ്ട്. ആ പശുക്കുട്ടിയുടെ അടുത്ത് നീ ചെന്നാൽ മതി, അത് പറഞ്ഞു തരും. ആരും ചോദിച്ചു, അയ്യോ ഇനിയിപ്പം വീണ്ടും എന്താണോ സംഭവിക്കാൻ പോകുന്നത്. വളരെ ചിന്തിച്ചുകൊണ്ട് ആ വീട്ടിലെത്തിയപ്പോൾ അപ്പോഴും പ്രസവിച്ച ഒരു പശുക്കുട്ടി. നാരദനെ കണ്ട ഉടനെ തന്നെ അതിങ്ങനെ എണീറ്റ് നിൽക്കും, വീണ്ടും വീഴും, വീണ്ടും എണീറ്റ് നിൽക്കും, വീണ്ടും വീഴും. മൂന്നാമത്തെ വട്ടത്തോടുകൂടി വീഴ്ചയായി, പിന്നെ എണീറ്റിട്ടില്ല. അപ്പം ആ പശുക്കുട്ടി ചത്തുപോയി.
നാരദൻ ഇതെന്തോന്ന് പരീക്ഷണം, അഗ്നി പരീക്ഷണമാണ് ഭഗവാൻ എനിക്ക്. ഒരിടത്ത് പോയി അറിവ് നേടാൻ പോയപ്പോഴേക്കും പുഴുവിനെ കഴുകൻ കൊത്തിക്കൊണ്ടുപോയി. ഇവിടെ വന്നപ്പോഴേക്കും ഇതാ പശുക്കുട്ടി എണീറ്റ് നിന്ന് എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് അത് ചത്തുപോവുകയും ചെയ്തു. ഞാനിനി എന്ത് ചെയ്യണം? നിരാശയോട് വീണ്ടും ശ്രീകൃഷ്ണ ഭഗവാന്റെ അടുത്തേക്ക് ചെന്നു. അപ്പോഴും ശ്രീകൃഷ്ണ ഭഗവാൻ പഴയതുപോലെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ നാരദരെ, അറിവ് കിട്ടിയോ? ഇല്ല, കിട്ടിയില്ല. ഞാൻ വളരെ എനിക്ക് വളരെ ലജ്ജ തോന്നുന്നു, വളരെ വിഷമം തോന്നുന്നു. എന്തിന്? ഞാൻ ഉദ്ദേശിച്ച അറിവ് എനിക്ക് കിട്ടിയില്ലല്ലോ, പിന്നെ എങ്ങനെ? അത് വിഷമിക്കണ്ട. 100 മാർഗങ്ങൾ വിദ്യ ലഭിക്കാനുണ്ട്, അതിലേക്ക് പോവുക. നീ ഒരു കാര്യം ചെയ്യും. നാരദ മഹർഷി ഇപ്പോൾ ഇവിടെ കൊട്ടാരത്തിൽ പോവുക. ഇപ്പോൾ ഒരു രാജ്ഞി പ്രസവിച്ചിട്ടുണ്ട്. ആ കുട്ടി നിനക്ക് എന്താണ് നീ ഉദ്ദേശിക്കുന്ന അറിവ് പകർന്നു തരും. ഞാൻ പോണില്ല, കാരണം ഞാൻ പോയിടത്ത് പുഴു ചത്തുപോയി, ഞാൻ പോയിടത്ത് പശു ചത്തുപോയി. ഇനി രാജകുമാരനെങ്കിലും എനിക്ക് രക്ഷിക്കണം. ഞാൻ അവിടെ ചെന്ന് ചോദിക്കാൻ പോകുമ്പോൾ ഈ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ കുറ്റബോധം കൂടെ ഇല്ല, നീ പോകൂ. അങ്ങനെ നാരദ മഹർഷി കൊട്ടാരത്തിലേക്ക് ചെന്നപ്പോൾ അവിടെ എല്ലാം അലങ്കരിച്ചിരിക്കുകയാണ്. ഒരു പുതിയ കുഞ്ഞ് ജനിച്ചതിൻ്റെ സന്തോഷത്തിലാണ് അവിടെ മുഴുവൻ. കൊട്ടാരത്തിലേക്ക് ചെന്നപ്പോൾ കുട്ടി എവിടെ? കുട്ടി തൊട്ടിൽ കിടക്കുകയാണ്. പ്രസവിച്ച് എന്ന് പറഞ്ഞ ഉടനെ ഞാൻ തൊട്ടില്ലാവോ. മഹർഷി അങ്ങോട്ട് ചെന്നപ്പോഴേക്ക് ആ തൊട്ടിൽ നിന്ന് ആ കുട്ടി എണീറ്റ് നിന്നിട്ട് മഹർഷിയെ തൊഴുതു. അത് വലിയ അതിശയമായിരിക്കുന്നല്ലോ. പ്രസവിച്ച കുട്ടിയോട് ചോദിച്ചാൽ കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോഴിതാ തൊട്ടിൽ കിടന്ന കുട്ടി എണീറ്റ് ഇതാ നിൽക്കുകയാണ്. എന്താണ് എന്ന് നാരദ മഹർഷി അതിശയിക്കെ ആ രാജകുമാരൻ പറയുകയാണ്, അങ്ങ് രാവിലെ പുഴുവിൻ്റെ അടുത്ത് പോയി അല്ലേ? അപ്പം പുഴുവിനെ കഴുകൻ കൊത്തിക്കൊണ്ടുപോയി. പിന്നീട് ഉച്ചയായപ്പോൾ അങ്ങ് പശുക്കുട്ടിയെ കാണാൻ പോയി അല്ലേ? പശുക്കുട്ടി ചത്തുപോയി. രാവിലെ പുഴുവായിരുന്ന, ഉച്ചയ്ക്ക് പശുക്കുട്ടിയായിരുന്ന ആ ഞാനാണ് ഈ ഞാൻ. അപ്പോൾ നാരദ മഹർഷി ഇതെല്ലാം എങ്ങനെ അറിഞ്ഞിരിക്കുന്നു? ഒരു ദിവസത്തെ ഒരുപാട് ജന്മം പോലെ തോന്നി. രാവിലെ ഉള്ളത്, ഉച്ചയ്ക്കുള്ളത്, ഇപ്പോഴത്തേത്. മാത്രമല്ല അതിശയമാണ്. എത്ര പെട്ടെന്നാണ് വളർന്നു വലുതാകുന്നത്, അറിവ് കൊണ്ട് വികസിക്കുന്നത് എന്നുള്ള അതിശയത്തോട് നിന്ന് പറഞ്ഞു. അങ്ങയെ കണ്ടപ്പോൾ ആ പുഴുവിൻ്റെ പാവങ്ങളെല്ലാം തീർന്നതുകൊണ്ടാണ് അത് മൃത്യു കൂടിയത്. ഉച്ചയ്ക്ക് ജനിച്ച ആ പശുവിനെ അങ്ങ് കണ്ടപ്പോഴേക്കും പശുവിൻ്റെ പശുക്കുട്ടിയുടെ മുൻജന്മ പാപങ്ങളെല്ലാം തീർന്നു. അത് വീണങ്ങ് പോവുകയും ചെയ്തു. ഇപ്പോഴെനിക്ക് അങ്ങയോട് സംസാരിക്കാൻ പറ്റുന്നത് അങ്ങയെ കണ്ട മഹത്വം കൊണ്ടാണ്, അറിവിൻ്റെ മഹത്വം കൊണ്ടാണ്. ഇത് കേട്ടപ്പോൾ നാരദ മഹർഷിക്ക് മനസ്സിലായി. ഒറ്റ വാക്കിൽ ശ്രീകൃഷ്ണ ഭഗവാന് പറഞ്ഞു തരാമായിരുന്ന കാര്യം എത്രയോ എന്നെ നടത്തി, എത്രയോ അലച്ചാണ് ഞാൻ ആ അറിവിലേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ള ഒരു സന്തോഷം തോന്നി. അപ്പോൾ അറിവിൻ്റെ ലോകം വളരെ വിശാലമാണ്. അത് നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തണം. അപ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം, ആഹ്ലാദം, അത് വലുതാണ്. ഇവിടുത്തെ ഈ സ്കൂളിൽ ഇരിക്കുന്ന കുട്ടികളുടേതായ മുഖവും അതുപോലെ തന്നെ അവരുടെ കണ്ണുകളും അവരുടെ കർമ്മങ്ങളും ഒക്കെ കാണുമ്പോൾ എനിക്ക് വളരെ അതിശയം തോന്നുന്നു. കാരണം പല സ്കൂളുകളിലുമൊക്കെ പോകുമ്പോൾ ചില കുട്ടികൾ ഇരുന്ന് കുസൃതികളും ശ്രദ്ധയില്ലായ്മയും ഒക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്, നമ്മൾ ഈ വലിയ സ്കൂളുകളെന്ന് പറയുന്നതൊക്കെ വലിയ മരങ്ങളാണ്. പക്ഷേ ഏറ്റവും നല്ല സുഗന്ധമുള്ള പൂക്കളെന്ന് പറഞ്ഞാൽ ചിലപ്പം വലിയ മഹാഗണിയിലൊന്നും ആയിരിക്കില്ല. അതിന് പ്രത്യേകതരം രീതിയിൽ ആശ്രമാന്തരീക്ഷത്തിലുള്ള മരങ്ങളുണ്ട്. ആ മരങ്ങളിൽ വിടരുന്ന പൂക്കൾ ഒരിക്കലും വാടുകയില്ല. അതിൻ്റെ സൗരഭ്യം ലോകമെങ്ങും പ്രസരിക്കും. അത്തരത്തിലുള്ള ഒരു വലിയ ഒരു സമൂഹത്തെ, അതായത് നാളെയുടെ പ്രതീക്ഷകളായ കുട്ടികളെയാണ് ഇവിടെ ഇപ്പോൾ എൻ്റെ മുന്നിലിരിക്കുന്നത്, അല്ലെങ്കിൽ ഇവിടെ നിന്ന് പഠിച്ചിനി വരാൻ പോകുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഭക്തി എന്ന് പറയുന്നത് ഈ നമ്മൾ ഉദ്ദേശിക്കുന്ന സാധാരണ ഭക്തി മാത്രമല്ല. ഏതിനോടും ഭക്തി വേണം. രക്ഷകർത്താക്കളുടെ മാതൃഭക്തി, പിതൃഭക്തി, ഗുരുഭക്തി, പ്രകൃതിയോടുള്ള ഭക്തി, അവനവനോടുള്ള ഭക്തി, ഇതെല്ലാം കൂടെ ചേരുമ്പം അറിവിനോടുള്ള ഒരു ഭക്തിയായി മാറുന്നു. അറിവിനോടുള്ള ഭക്തി നമുക്കുണ്ടെങ്കിൽ എല്ലാമായി ഈ 14 ലോകവും ആയി. അപ്പോൾ അതിലേക്ക് എത്തണമെങ്കിൽ ഒരുപാട് ഘടകങ്ങളുണ്ട്. നിങ്ങളിവിടെ പഠിപ്പിക്കുന്ന നല്ല അധ്യാപകരുണ്ട്. പ്രത്യേകിച്ച് ഈ പ്രിൻസിപ്പലിൻ്റെ കീഴിൽ ഇവിടുത്തെ ഒരു അന്തരീക്ഷം ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ അതിന് നിങ്ങൾക്കുള്ള അതിനുള്ള ഒരു സാഹചര്യം ഇവിടെ ഉണ്ട്. പിന്നെ കർത്താവ് സാറിനെ പോലെ ഒരുപാട് ആത്മീയതയിലൂടെയും
യാത്രയിലൂടെയൊക്കെ ലോകം കണ്ട അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു മേൽനോട്ടത്തിൽ ഇവിടെ പഠിക്കുക, നിങ്ങൾക്ക് ഈ ഇവരിൽ നിന്നൊക്കെ ഉള്ള എല്ലാ അറിവും നേടുക എന്ന് പറയുന്നത് ഒരു മഹാഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ അഭിനന്ദനം അറിയിക്കുന്നു ഇവരെയൊക്കെ അധ്യാപകരായി കിട്ടിയതിന്. ഇവരുടെയൊക്കെ മേൽനോട്ടം നിങ്ങൾക്ക് കിട്ടുന്നു. അതുതന്നെയാണ് ഏറ്റവും വലിയ ഡിസിഷനും ഏറ്റവും വലിയ ഗ്രേഡിങ്. നമ്മളെ പറയുന്നതൊക്കെ ഒരു ദിവസത്തെ പത്രത്തിൽ മാത്രമേ ഗ്രേഡിങ്ങിൻ്റെ ഫോട്ടോ ഉണ്ടാവുകയുള്ളൂ. പക്ഷേ ജീവിതത്തിൽ ഏറ്റവും വലിയ ഗ്രേഡിങ്, ഡിസ്റ്റിങ്ഷൻ അത് നേടണമെങ്കിൽ അറിവ് കൂടെ നേടണം. അറിവുണ്ടായാൽ നേരത്തെ പറഞ്ഞ നാരദ മഹർഷിയെ പോലെ നമുക്ക് എല്ലാ രംഗത്തും എല്ലാം അറിയാൻ പറ്റും. അതിനുള്ള ഒരു ദിവസമാണ് ഈ ജൂൺ 19. നിങ്ങൾ എന്തു വേണമെങ്കിലും കാണുകയും ഈ പ്രായത്തിൽ കുസൃതികളിൽ ഏർപ്പെടുകയും കളിക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിലും ഈ പ്രിൻസിപ്പൾ പറഞ്ഞതുപോലെ, ശ്രീ ബിനിൽ പറഞ്ഞതുപോലെ നിങ്ങൾ വായനയ്ക്ക് വേണ്ടി ഇന്നു മുതൽ, അപ്പോൾ അടുത്ത വായനാ ദിനത്തിൽ നിങ്ങൾക്ക് പങ്കെടുക്കുമ്പോൾ നിങ്ങളുടെ ഒരു ശരീരഭാരവും ആത്മഭാരവും അതുപോലെ തന്നെ മനസ്സിൻ്റെ ബലവും കൂടിയിരിക്കും. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തേണ്ട ഒരു സുദിനമാണ് ഇന്ന്. നിങ്ങൾ വായിക്കണം. എന്ത് വായിക്കണമെന്നാലും നിങ്ങൾക്ക് അറിവ് തരുന്നത്, നിങ്ങൾക്ക് പുതിയ പുതിയ ലോകം തരുന്നത്. ഒരു പുസ്തകം വായിക്കുമ്പോൾ നിങ്ങളത് ഒരു വലിയ യാത്ര നടത്തിയതുപോലെയാണ്. അത് നിങ്ങളെ കൂടുതൽ ഇതിലേക്ക് നയിക്കുന്നു. അങ്ങനെ അറിവ് നേടിയ കുട്ടികളുടെ മുഖം കാണുമ്പോൾ തന്നെ അറിയാം, അവരുടെ കണ്ണുകൾ കാണുമ്പോൾ തന്നെ ശരിക്കും അറിയാം അവർ ഒരുപാട് അറിവിൻ്റേതായിട്ടുള്ള ഒരുപാട് ഖനികളിലേക്ക് പോയിട്ട് തിരിച്ചു വന്നവരാണെന്ന്. അപ്പോൾ അതിന് നിങ്ങൾക്കെല്ലാം ഒരു ഭാഗ്യം ഉണ്ടാകട്ടെ. അതിന് ഈ ഒരു ദിനം സഹായകമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ഈ കർത്താ സാറും ശ്രീ ബിനിലും അതുപോലെ തന്നെ മറ്റെല്ലാവരും ഈ ഒരു ചടങ്ങിലേക്ക് എനിക്ക് വളരെ സന്തോഷമുള്ള വേറെ 1-2 സ്കൂളിൽ ഇതൊക്കെ എന്നെ ക്ഷണിച്ചെങ്കിലും ഞാൻ അതെല്ലാം പറഞ്ഞ് ഞാനിങ്ങനെ നേരത്തെ മൂകാംബികയ്ക്ക് പോകുന്നതിന് മുമ്പ് ഒരിതുണ്ട്. അറിവിൻ്റെ ദേവതയാണ് മൂകാംബിക ദേവി, വായനയുടെയും എല്ലാത്തിൻ്റെയും. അവിടെ നിന്ന് തിരിച്ചു വന്നിട്ട് ഞാൻ ആദ്യമായിട്ട് പങ്കെടുക്കുന്ന ഒരു ഫംഗ്ഷനും കൂടെയാണ്. നിങ്ങൾക്കെല്ലാം ആ വായനയുടെ പ്രകാശവും സൗരഭ്യവും എല്ലാം ഉണ്ടാകട്ടെ. ഈ സ്കൂളിനും അതിനൊക്കെ ഈ ആശ്രമതുല്യമായ ഈ അന്തരീക്ഷവും നിങ്ങളിലേക്ക് കൂടുതൽ അറിവും പ്രകാശവും വായനയുടേതായിട്ടുള്ള സുഗന്ധവും ഒക്കെ നിറയ്ക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങ് കർത്താ സാറിൻ്റെ നിങ്ങളുടെ എല്ലാ അനുഭവത്തോടും ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. മഴയുടെ ശബ്ദം കാരണം കേൾക്കാൻ പറ്റുമോ എന്നറിയില്ല. നിങ്ങളൊക്കെ വായിക്കാറുണ്ടോ? എന്തിനാണ് വായിക്കുന്നത്? ടീച്ചർ ഒരു ബുക്കിൻ്റെ റിവ്യൂ എഴുതാൻ പറയുമ്പോൾ നമ്മൾ വായിക്കും അല്ലേ? അതല്ല വായന. സാറ് പറഞ്ഞതുപോലെ ശർക്കരയുടെ മാധുര്യം പോലെ അത് നമ്മിലേക്ക് അലിഞ്ഞു വരണം. അതിനാദ്യമേ തന്നെ നമ്മുടെ ഖസാക്കിൻ്റെ ഇതിഹാസമൊന്നും വായിക്കേണ്ട ആവശ്യമില്ല. കുഞ്ഞു കുഞ്ഞു പുസ്തകങ്ങളിലൂടെ വായന ഇഷ്ടപ്പെട്ടാണ് വലിയ പുസ്തകങ്ങളിലേക്ക് കടക്കേണ്ടത്. നിങ്ങൾക്കിപ്പോൾ ഇഷ്ടമുള്ള ബാലമാസികകളോ അല്ലെങ്കിൽ കാർട്ടൂണുകളോ അങ്ങനെ എന്തെങ്കിലും വായിച്ച് വായന ഇഷ്ടപ്പെട്ട് തുടങ്ങണം. എന്നിട്ട് വേണം വലിയ പുസ്തകങ്ങളിലേക്ക് കടക്കാൻ അല്ലേ? ഞാൻ പബ്ലിക് ലൈബ്രറിയിൽ സ്ഥിരമായിട്ട് പോകുന്ന ആളായത് കൊണ്ട് തന്നെ എനിക്ക് വായിക്കണം എന്ന് അഭിമാനത്തോടെ പറയാൻ കഴിയും. ഞാൻ ചെയ്യാത്തൊരു കാര്യം നിങ്ങളോട് ചെയ്യാൻ പറയുന്നത് ശരിയല്ലല്ലോ. പക്ഷെ ഞാൻ ഇപ്പോഴും 2 പുസ്തകങ്ങൾ വീതം എല്ലാ മാസവും എടുത്ത് എൻ്റെ ഒരു സമാധാനത്തിന് വായിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതല്ല, എന്നാലും ഞാൻ പുസ്തകങ്ങൾ എടുത്തുകൊണ്ട് വയ്ക്കാറുണ്ട്. സമയം കിട്ടുമ്പോൾ രാത്രിയിലായാലും ഞാൻ വായിക്കാൻ ശ്രമിക്കാറുണ്ട്. അതിൻ്റെ ഗുണം എനിക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വായന ഒരിക്കലും നമ്മെ താഴോട്ട് കൊണ്ടുപോകില്ല അല്ലേ? നല്ല ഭാഷ സംസാരിക്കാനും എവിടെ നിന്ന് വേണോ എന്ത് കാര്യത്തിനെക്കുറിച്ചും പറയാനും ഒക്കെ നമ്മെ വായന സഹായിക്കും. പുതിയ തലമുറ വായന മറന്നു പോകുന്നു, അല്ലെങ്കിൽ നമ്മൾ അതുകൊണ്ടാണ് വായന മരിക്കുന്നു എന്നൊക്കെ പറയുന്നത്. പുതിയ ആധുനിക ടെക്നോളജികളൊക്കെ വന്നപ്പോൾ നമ്മൾ വായനയെ മറന്നു പോകുന്നു. അതൊരിക്കലും പാടില്ല. ഇന്ന് തൊട്ട് സാറ് പറഞ്ഞതുപോലെ അടുത്ത വായനാ ദിനം എത്തുമ്പോൾ നമ്മൾ എത്ര പുസ്തകങ്ങൾ വായിച്ചു എന്നുള്ളത് നമ്മളൊരു ഡയറിയിൽ രേഖപ്പെടുത്തി വയ്ക്കണം. ഇന്നൊരു ദിവസം മാത്രം ഇതിനെക്കുറിച്ചൊരു ബോധവൽക്കരണം ചെയ്താൽ പറ്റില്ല അല്ലേ? അത് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഒരു ശീലമായി തന്നെ തുടരേണ്ടതാണ്. ഇപ്പോഴും പബ്ലിക് ലൈബ്രറി പോകുമ്പോൾ അവിടെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് റിട്ടയർ ആയിട്ടുള്ള ആൾക്കാർ രാവിലെ വരും. അവിടെ ഒരു വായനാ മൂലയുണ്ട്. അവിടെ ഇരുന്ന് ചോറൊക്കെ കെട്ടി വന്ന് രാവിലെ തൊട്ടേ ഇരുന്ന് വൈകുന്നേരം വരെ ഇരുന്ന് അവർക്ക് ഇഷ്ടമുള്ള പുസ്തകങ്ങൾ വായിക്കുന്നത് കാണുമ്പോൾ അതിശയം തോന്നും. അങ്ങനെയൊക്കെ വായിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം നമ്മളും ആ ഒരു ശീലത്തിലേക്ക് വരണം. എല്ലാവർക്കും വായനാ ദിനത്തിൻ്റെ ആശംസകൾ നേരുന്നു. നന്ദി. ഈ ദിനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രിയ വിദ്യാർത്ഥിനിയെ സംഭാവന ചെയ്ത് 58 പുസ്തകങ്ങൾ ഏറ്റുവാങ്ങാനായി സ്കൂളിലെ ലൈബ്രറിയനായ ശ്രീമതി ശശികല ടീച്ചർ ക്ഷണിക്കുന്നു. നമസ്കാരം. ചടങ്ങിൽ നന്ദി അറിയിക്കുകയാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. വേദിയിൽ അധ്യക്ഷ സ്ഥാനം നിർവഹിച്ച നമ്മുടെ പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ ബിനൽ സാറിന് സ്കൂളിൻ്റെ പേരിലും സ്വന്തം പേരിലുമുള്ള നന്ദി അറിയിക്കുന്നു.
അടുത്തതായി വായനാ ദിനമായി ഇന്ന് തൻ്റെ വിലയേറിയ സമയം നമുക്ക് വേണ്ടി ചെലവഴിച്ച് വായനയുടെ വാതായനം നമുക്കായി തുറന്നു തന്ന് ഈ വേദിയെ ഉദ്ഘാടനം ചെയ്ത് ധന്യമാക്കിയ ശ്രീ മഞ്ജു വെള്ളായനിയെ എൻ്റെ പേരിലും സ്കൂളിൻ്റെ പേരിലുമുള്ള നന്ദി അറിയിക്കുന്നു. അടുത്തതായി നമ്മുടെ വൈസ് പ്രിൻസിപ്പൽ വിദ്യാ മാമിനും നന്ദി അറിയിക്കുന്നു. അടുത്തതായി ഈ വേദി അലങ്കരിച്ച മാന്യ വ്യക്തികൾക്കും അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഈ പരിപാടി വിജയിപ്പിക്കാൻ വേണ്ടി പിന്നിൽ പ്രവർത്തിച്ച ഏവർക്കും സ്കൂളിൻ്റെ പേരിലും സ്വന്തം പേരിലുമുള്ള നന്ദി അറിയിക്കുന്നു.